വൃശ്ചികം പിറന്നാൽ പിന്നെ അയ്യപ്പൻ വിളക്കുകളുടെ കാലമാണ്. ശബരിമലയിൽ വാണരുളുന്ന അയ്യന്റെ ചരിതവും കഥകളും പാടിക്കൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ അയ്യപ്പൻ വിളക്കുകളുടെ കാലം. അയ്യപ്പന്റെ ജനനവും പന്തളം കൊട്ടാരത്തിലെ ബാല്യവും കൗമാരവും, പുലിപ്പാൽ തേടിയുള്ള യാത്രയും ബാബരുമായുള്ള ചങ്ങാത്തവും യുദ്ധവും ശബരിമലയിലേക്കുള്ള യാത്രയും എല്ലാം പാട്ടിന്റെ ഈരടികളോടെ അവതരിപ്പിക്കുന്നതാണ് അയ്യപ്പൻ വിളക്ക്. ഒന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് മങ്ങാട്ടുവീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക അയ്യപ്പൻ വിളക്ക് സംഘം. ഇതിലെ ഇപ്പോഴത്തെ മഠാധിപതിമാർ ഏകദേശം 40-ലേറെ വർഷങ്ങളായി ഉപാസനയും അനുഷ്ഠാനങ്ങളും നടത്തിവരുന്നവരാണ്. പാലക്കാട് ജില്ലയിലെ ചാലശ്ശേരിയിലുള്ള പട്ടിശ്ശേരി ഗ്രാമത്തിലെ ശാസ്താ കോവിലാണ് മഠാധിപതിമാരുടെ ആസ്ഥാന കേന്ദ്രം. ശ്രീധർമ്മ ശാസ്താവും ഗുരുകാരണവന്മാരുമാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഞാനൊരു 55 വർഷമായി അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയിട്ട്. അതായത് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മമ്മയുടെ ഒപ്പം ഞാൻ പോയി കുളിച്ച് അമ്പലം വന്ന് നട തുറക്കുക ചെയ്തിരുന്നത്. വിളക്ക് സംഘത്തിൻ്റെ നമ്മളെ അറിവ് പറയുകയാണെങ്കിൽ ഒരു 160 വർഷത്തെ പഴക്കെങ്കിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കുങ്കുമം തന്നെ ഒരു ഐതിഹ്യമാണ്. ആ കുങ്കുമത്തിൻ്റെ അവിടെ ഇരുന്ന ആൾ പിന്നെ അദ്ദേഹം നമ്മുടെ ഒരു 75-80 വർഷം വിളക്ക് യോഗം നടത്തിയിട്ട് അവരിവിടുന്ന് പിന്നെ ഈ കാശിക്ക് പോവുകയുണ്ടായത്. കാശിക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഭൗതിക ശരീരം കൊണ്ടുവരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസപ്രകാരം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇവിടെ ഇതായിട്ടുണ്ടെന്നും ആ സ്ഥാനത്തൊരു അമ്പലം ഉണ്ടാക്കിയിട്ട് അവിടെ അദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതിൽ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുനടക്കുന്നത്. ഞാനൊരു 55 വർഷമായി അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയിട്ട്. അതായത് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മമ്മയുടെ ഒപ്പം ഞാൻ പോയി കുളിച്ച് അമ്പലം വന്ന് നട തുറക്കുക ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു 55-50 വർഷത്തോളായി ദിവസം കാലത്തുകുള്ളി അമ്പലത്തിൽ പൂജകളൊക്കെ കയറി. പൊങ്ങോത്തുണ്ടല്ലോ, അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ സങ്കല്പം അമ്പലത്തിൽ. അതായത് എൻ്റെ അമ്മമ്മയുടെ അമ്മാവനാണ്, അത്രയും പഴക്കമുണ്ട്. അദ്ദേഹം കാശി പോയി മരിച്ചാണ്. അതിന് ശേഷമാണ് ഇവിടെ ഈ അമ്പലം ഇതൊക്കെ ഉണ്ടായത്. അങ്ങനെ കാശി പോയി മരിച്ചു, ഒരാൾക്കും പണ്ട് ഇങ്ങനെ തുള്ളിയിട്ട് പറഞ്ഞിട്ട് അന്ന് കിട്ടിയാണ് ഈ അമ്പലം. അപ്പോൾ ഇതിൻ്റെ ചൂരം ആ അമ്മാവനാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നാട്ടിലെല്ലാവരും അമ്മാവെന്നാണ് പറയുക. ഇവിടെ ഏറ്റവും ശക്തി അവിടേക്കാണ്. ഇനി അമ്മാവന് ശേഷമാണ് സ്വാമി എന്നൊക്കെ ഇവിടെ. അയ്യപ്പൻ വിളക്കിന് പാട്ടിനാണ് പ്രാധാന്യമെങ്കിലും അതിൽ തന്നെ കാണിപ്പാട്ട്, കാൽവിളക്ക്, അരവിളക്ക്, മുഴുവൻ വിളക്ക് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട്. ഉടുക്ക്, ചെണ്ട, അമ്പലം നിർമ്മിക്കുന്നവർ, കോമരങ്ങൾ, പൂജാരി, കുരുത്തോല ഒരുക്കുന്നവർ എന്നിവരെല്ലാം ഒരുമിച്ചാണ് അയ്യപ്പൻ വിളക്ക് ഭംഗിയാക്കുന്നത്. 40 പേരോളം അടങ്ങുന്ന വലിയ സംഘങ്ങളുടെ പ്രതീക്ഷയാണ് മണ്ഡലകാലം. മണ്ഡലകാല വ്രതമെടുത്ത് ഭക്തിയോടെയാണ് ചടങ്ങുകൾക്ക് അവർ എത്തുക. എൻ്റെ അറിവ്, ഞാൻ ഈ ഒരു 60 വർഷത്തോളമായി ഈ യോഗത്തിൽ സജീവം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ളത്. ഇപ്പോഴും സാധാരണ നമുക്കൊരു 40 വിളക്കോളം എല്ലാ വർഷവും ഉണ്ടാവും, വിളക്കും കാണിപ്പാട്ട് കൂടിയിട്ട്. ഈ വർഷം ഏതാണ്ട് ഒരു 37 ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിൽ ഒരു ഏകദേശം 45 ആൾക്കാരോളം നമ്മുടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ഉണ്ട് നടത്താം. ഏകദേശം ഒരു 45 ആളെങ്കിലും ഉണ്ടെങ്കിലാണ് വലിയ കുഴപ്പം കൂടാതെ നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ 5 സ്റ്റേജ് നടത്തുന്നുണ്ട്. അതായത് ഏറ്റവും ചെറിയ പരിപാടി മലർ പൂജ എന്നുണ്ട്. അത് ക്ഷേത്രം ഉണ്ടാക്കില്ല, അയ്യപ്പനെ ഒരു പീഠം വെച്ചിട്ട് കുടി വെച്ചിട്ട് മലർ പൂജ ഒരു 8 ആൾ പോകണം. പിന്നെ ഒന്നും കൂടി ഇതായ കാണിപ്പാട്ടിന് 10 ആളുണ്ടാവും. അതിൽ പിണ്ടിയും കുരുത്തോലയും കൂടിയിട്ട് അമ്പലം ഉണ്ടാക്കും. അതിലൊരു നിയോഗം ഉണ്ടാവും. അത് അങ്ങനെ ഒന്ന് നടത്തണം. കുറച്ചും കൂടി ഇതായിട്ടുണ്ടെങ്കിൽ അയ്യപ്പനും അവനും കൂടി വെട്ടും നിടവുമായിട്ട് കാണിപ്പാട്ട് 3. പിന്നെ കാൽവിളക്ക്, അരവിളക്ക്, മുഴുവൻ വിളക്ക് സാധാരണ നിലയ്ക്ക് വീടുകളിലും നടത്താറില്ല, ക്ഷേത്രങ്ങളിലോ കമ്മിറ്റിയൊക്കെ നടത്താറില്ല. ഇപ്പം സാധാരണ നമ്മുടെ ഇവിടെ നടക്കുന്നത് അരവിളക്കാണ്. കാലത്ത് അമ്പലം പണിയും കഴിഞ്ഞ് ഉച്ചക്ക് അമ്പലത്തിൽ പൂജ ഉണ്ട്. കഴിഞ്ഞൊരു 4 മണിക്ക് പാലക്കം പോയി നിറച്ച് പോകും. പാലക്കം പോയി വെച്ചാൽ പിന്നെ പാലക്കം പോകുന്ന 10 മണിയൊക്കെ ആയാൽ പിന്നെ ഒരു നെല്ലാമ്പലത്തും പൂജ ഉണ്ട്. അത് കഴിഞ്ഞൊരു 1 മണിക്ക് പാലക്കുഴ നെല്ലിപ്പ്. അത് കഴിഞ്ഞൊരു കഴിഞ്ഞ പുലിപ്പാട്ട് കഴിഞ്ഞ് പിന്നെ തിരുവിച്ചിൽ, കൊറ്റിന്തടവ്, കനൽച്ചാട്ടം, ഗുരുദേവപ്പുറത്തെ സന്ത വിളക്കിൻ്റെ പരിപാടി കഴിയും. അതെ. അയ്യപ്പൻ 2 വഴിയുണ്ട്. ഒന്ന് മോഹിനി വേഷം പുറ്റൂര്, അതാണ് ഞങ്ങൾ കൂടുതൽ പാടാറ്. പിന്നെ പാലായനത്തിലും പാടുന്നുണ്ട്. അത് കുറച്ച് ദുർലഭേ പാടുള്ളൂ. സ്ഥിരം ഈ മോഹിനി വേഷത്തിന് ജനിപ്പിക്കുന്നതാണ്.
തലേ ദിവസം തുടങ്ങുന്ന അമ്പലം പണികളോടെയാണ് അയ്യപ്പൻ വിളക്കിന് തുടക്കമാവുന്നത്. ദേശവിളക്കിന് അയ്യപ്പൻ, ഭഗവതി, ഭൂതഗണങ്ങളായ കൊച്ചുകടുത, കരിമല എന്നിവർക്ക് ക്ഷേത്രങ്ങളും ബാവർക്ക് പള്ളിയും പണിയുന്നു. വാഴപ്പോള, മുളയാണി, ഈർക്കിലിയാണി, കുരുത്തോല തോരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് കലാകാരന്മാരുടെ വൈദഗ്ധ്യവും ഉപയോഗിച്ചാണ് അയ്യപ്പൻ വിളക്കിന് ക്ഷേത്രങ്ങൾ പണിയുന്നത്. ശേഷം രാവിലെ നടക്കുന്ന പൂജകളോടെ ചടങ്ങുകൾക്ക് തുടക്കമാവും. അയ്യപ്പൻ വിളക്കിന്റെ ഒരു പ്രധാന ചടങ്ങാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്. മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ കോമരങ്ങൾ മാളികപ്പുറത്തമ്മയെ വിളക്ക് നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങാണ് ഇത്. വിളക്ക് നടത്തുന്ന പ്രദേശത്ത് നിന്ന് കൊട്ടും വാദ്യവും ആരവങ്ങളുമില്ലാതെ പാലക്കൊമ്പ് കുഴിച്ചിട്ട ക്ഷേത്ര സന്നിധിയിലേക്ക് യാത്ര പുറപ്പെടും. ഈ ചടങ്ങ് ഏതാണ്ട് 4 മണിക്കാകും തുടങ്ങുക. പാലമരത്തിന്റെ ഒരു കൊമ്പിൽ ദേവി അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്നു എന്നതാണ് സങ്കല്പം. സ്ത്രീകൾ താലമെടുത്തും ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർ ശരണം വിളിച്ചും അയ്യന്റെ ചരിതം പാടുന്ന ഉടുക്കുപാട്ടിന്റെ താളത്തിൽ കോമരങ്ങൾ ചുവടുവെച്ചുമാണ് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നത്. പാലക്കൊമ്പ് കഴിഞ്ഞാൽ അടുത്ത പ്രധാന ആചാരം അയ്യന്റെ ജനനം പാടുന്നതാണ്. പുലർച്ചെ ഏതാണ്ട് 12:30യോടെയാണ് അയ്യപ്പന്റെ ജനനം പാടുന്നത്. ശേഷം മറ്റു ഉടുക്കുപാട്ടുകളും പിന്നീട് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പും നടക്കും. കോമരങ്ങളും താലവും ഉടുക്കുപാട്ടും ചേർന്നാണ് പാൽക്കിണ്ടി എഴുന്നള്ളിക്കുക. പാൽക്കിണ്ടി എഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രത്തിൽ പൊലിപ്പാട്ടും ബാവരുടെ ജനനവും അങ്ങനെ ഉടുക്കുപാട്ടുകൾ ഉണ്ടാകും. അതിനുശേഷമാവും തിരിയുഴിച്ചിൽ ഉണ്ടാവുക. ദേഹത്ത് എണ്ണ പുരട്ടി കത്തിച്ച തിരികൊണ്ട് ഉഴിച്ചിൽ നടത്തുന്നതാണ് തിരിയുഴിച്ചിൽ. അഭ്യാസ പ്രധാനമായ പ്രകടനമാണ് ഇത്.
കുളിച്ചിലിന് ശേഷം ഇനി വെട്ടും തടവിന്റെയും സമയമാണ്. അയ്യപ്പനും വാവരുമായുള്ള യുദ്ധവും ചങ്ങാത്തവുമാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിനു മുന്നോടിയായി കനൽച്ചാട്ടവും ക്ഷേത്രത്തിൽ അരങ്ങേറും. വെട്ടും തടവിനും അയ്യപ്പന്റെ പ്രതിനിധിയായ കോമരവും വാവരുടെ വസ്ത്രങ്ങൾ ധരിച്ച ഒരാളും ഉണ്ടാകും. ഇവർ തമ്മിലുള്ള യുദ്ധമാണ് പ്രധാനം. നർമ്മവും കോപവും എല്ലാം ഉൾക്കൊള്ളുന്ന അയ്യപ്പൻ വിളക്കിന്റെ പ്രധാന ഭാഗമാണ് ഇത്. ഗുരുതി സമർപ്പണത്തോടെയാണ് അയ്യപ്പൻ വിളക്കിന് സമാപനമാകുന്നത്. നിർമ്മിച്ച അമ്പലങ്ങളും അലങ്കാരങ്ങളും ഇതിനു മുൻപ് തന്നെ അയ്യപ്പൻ കോമരം അലങ്കോലപ്പെടുത്തിയിരിക്കും.